ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിനി ആ പോയത്തിൻ്റെ എന്താണ് നമ്മുടെ സമ്മർ അല്ലേ, റെയിൻ ഇൻ സമ്മർ എന്നുള്ള പോയത്തിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം, ക്വസ്റ്റ്യൻ ആൻസേഴ്സും കേട്ടോ. വെൻ ഡസ് ദ റെയിൻ ലുക്ക് ബ്യൂട്ടിഫുൾ? എപ്പോഴാണ് മഴ മനോഹരമായി തോന്നുന്നത്? ദ റെയിൻ ലുക്സ് ബ്യൂട്ടിഫുൾ ആഫ്റ്റർ ദ ഡസ്റ്റ് ആൻഡ് ഹീറ്റ് ഓഫ് സമ്മർ അല്ലേ, എപ്പോഴാണ് പൊടിക്കും പിന്നെ സമ്മറിൻ്റെ ചൂടിനൊക്കെ ശേഷമാണ് മഴ അത്രയും മനോഹരമായിട്ട് തോന്നുന്നത്. ഹൗ ഡസ് ദ റെയിൻ അഫക്റ്റ് ദ പീപ്പിൾ ആൻഡ് പ്ലേസസ്? എങ്ങനെയാണ് മഴ ജനങ്ങളെയും സ്ഥലത്തെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്? ദ റെയിൻ കൂൾസ് ദ സറൗണ്ടിങ്സ്, തണുപ്പിക്കുന്നു സറൗണ്ടിങ്സിനെ, പിന്നെ വാഷസ് എവേ ദ ഡസ്റ്റ്, പൊടിയൊക്കെ എന്താണ് ഒഴുക്കി കളയുന്നു. ആൻഡ് മേക്സ് പീപ്പിൾ ഹാപ്പി, ആൾക്കാരെയൊക്കെ സന്തോഷമുള്ളവരാക്കുന്നു. ഇറ്റ് ഓൾസോ ഫിൽസ് ദ സ്ട്രീറ്റ്സ് ആൻഡ് ഗട്ടേഴ്സ് വിത്ത് ഫ്ലോയിങ് വാട്ടർ. എങ്ങനെയാണ് സ്ട്രീറ്റിൽ തെരുവുകളും പിന്നെ എന്താണ് ഗട്ടറുകളൊക്കെ എന്താണ് മുഴുവൻ വെള്ളം കൊണ്ട് നിറയുന്നു. പിന്നെ റൈറ്റ് സം ചേഞ്ചസ് ദാറ്റ് യു ഹാവ് സീൻ ആഫ്റ്റർ എ റെയിൻ. ഒരു മഴയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ചേഞ്ചസ്, മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുള്ളത് എഴുതാനാണ് പറയുന്നത് കേട്ടോ. ദ വെദർ ബിക്കംസ് കൂൾ, എന്താണ് കാലാവസ്ഥ തണുപ്പുള്ളതാകും. ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ലുക്ക് ഫ്രഷ് ആൻഡ് ഗ്രീൻ, എന്താണ് മരങ്ങളും ചെടികളൊക്കെ നല്ല ഒന്ന് ഫ്രഷ് ആയ പോലെ ഇരിക്കും, കുറച്ച് വെള്ളം കിട്ടിയപ്പോൾ അല്ലേ. യെസ്. റോഡ്സ് ബിക്കം വെറ്റ്, റോഡൊക്കെ എപ്പോഴും അല്ല മഴ പെയ്തതിന് ശേഷം നനഞ്ഞിരിക്കും. പിന്നെ വാട്ടർ ഫ്ലോസ് ത്രൂ ദ ഗട്ടേഴ്സ്, ഈ എന്താണ് ഗട്ടർ കുഴികളും ഊജാലിലെ കൂടെയൊക്കെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊഴുകും. ദർ വിൽ ബി പഡിൽസ് എവ്രിവർ, അവിടെ ഇവിടെയൊക്കെ എല്ലായിടത്തും എന്താണ് ചളി നിറഞ്ഞ ചളി കെട്ടിക്കിടക്കില്ലേ, അതാണ് പഡിൽസ് എന്ന് പറയാം കേട്ടോ. സോ അങ്ങനെ ചളി വെള്ളം കെട്ടിക്കിടക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ തിങ്സ് യു വുഡ് ലൈക്ക് ടു ഡു ഓൺ എ റെയിനി ഡേ? ഒരു മഴയുള്ള ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും അല്ലേ. ചിലർക്ക് മൂടിപ്പോച്ച് കിടന്ന് ഉറങ്ങാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇരുന്ന് പഠിക്കാൻ ഇഷ്ടമായിരിക്കും, ചിലർക്ക് എന്താണ് ടി വി കണ്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടിരിക്കാൻ ഇഷ്ടമായിരിക്കും അല്ലേ, ചായ കുടിക്കാൻ ഇഷ്ടമായിരിക്കും. നമുക്കൊക്കെ ഞാനിവിടെ 1-2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എഴുതുക കേട്ടോ. ഐ വുഡ് ലൈക്ക് ടു പ്ലേ ഇൻ ദ റെയിൻ, എനിക്ക് മഴയത്ത് കളിക്കാൻ വളരെ ഇഷ്ടമാണ്. മേക്ക് പേപ്പർ ബോട്ട്സ്, എന്താണ് പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കി വെള്ളത്തിൽ ഒഴുക്കി കളിക്കാൻ ഇഷ്ടമാണ്. ഡ്രിങ്ക് ഹോട്ട് ടീ, നല്ല ചൂട് ചായ കുടിക്കാൻ ഇഷ്ടമാണ്. റീഡ് എ സ്റ്റോറി ബുക്ക്, ഒരു കഥാബുക്ക് വായിച്ചിരിക്കാൻ ഇഷ്ടമാണ്. ആൻഡ് എൻജോയ് ദ കൂൾ വെതർ, ആ ഒരു തണുത്ത കാലാവസ്ഥ ഞാൻ ആസ്വദിക്കുകയും ചെയ്യുന്നു. പിക്ക് ഔട്ട് ദ ലൈൻസ് ദാറ്റ് ഡിസ്ക്രൈബ് ദ സൗണ്ട് ഓഫ് റെയിൻ, മഴയുടെ ശബ്ദത്തെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്ന വിവരിക്കുന്ന ലൈൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ്? ഹൗ ഇറ്റ് ക്ലേറ്റേഴ്സ് അലോങ് ദ റൂഫ്സ് ലൈക്ക് ദ ട്രാമ്പ് ഓഫ് ഹൂഫ്സ് അല്ലേ, എങ്ങനെയാണ് നമ്മുടെ റൂഫിൻ്റെ മേലെ മേൽക്കൂരയുടെ മേലെ വെള്ളം വീഴുന്ന ഒച്ച കുതിരക്കാലടി അല്ലേ, കുതിരക്കുളമ്പിൻ്റെ സൗണ്ട് പോലെ എന്നാണ് പറയുന്നത്. ആ 2 ലൈൻസാണ് കേട്ടോ. പിന്നെയോ പിക്ക് ഔട്ട് ദ റൈമിങ് വേർഡ്സ് ഫ്രം ദ പോയം, റൈമിങ് വേർഡ്സ് എഴുതാനാണ് പറയുന്നത്. ഒരേ സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സാണ് റൈമിങ് വേർഡ്സ്. ഏതൊക്കെയാണെന്നൊക്കെ? ഹീറ്റ്, സ്ട്രീറ്റ്, റൂഫ്സ്, ഹൂഫ്സ്, വൈഡ്, ടൈഡ്, ലെയിൻ, റെയിൻ, ഔട്ട്, സ്പൗട്ട്, റോസ്, പോസ്. ആക്ടിവിറ്റി 1. You might have experienced the rain in different ways. Write your experience below. എന്താണ് മഴ നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക. അപ്പം നിങ്ങളുടെ അനുഭവങ്ങൾ, മഴയെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതാനാണ് പറയുന്നത് കേട്ടോ. എന്താണ് നമുക്ക് എഴുതാൻ ഇങ്ങനെ? റെയിൻ ഇൻ സമ്മർ ബ്രിങ്സ് ഹാപ്പിനെസ്, എന്താണ് മഴക്കാലത്ത് അല്ലെ ഈ വേനൽക്കാലത്തുള്ള മഴ, സമ്മറിലുള്ള മഴ സന്തോഷം കൊണ്ടുവരും. വെൻ ദ വാട്ടർ ഇൻ ദ വെൽ ബിക്കംസ് ലെസ് വി വിഷ് ഫോർ റെയിൻ. വി എൻജോയ് പ്ലേയിങ് ഇൻ ദ റെയിൻ. But when the rainy season starts and it rains every day, we have to go to school in the rain and get wet. Then we sometimes feel annoyed. എന്താ പറയുന്നത്? മഴക്കാലത്ത്, അതായത് വേനൽക്കാലത്തുള്ള മഴ നമ്മളെല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. കാരണം എന്താണ്? കിണറിലൊക്കെ വെള്ളമില്ലാത്ത സമയത്ത് മഴ പെയ്തെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നു അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ആ സമയത്ത് കിട്ടുന്ന മഴയെ നമ്മൾ ആസ്വദിക്കുകയോ എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഇനി മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ദിവസം എപ്പോഴും മഴ തന്നെയാകുമ്പോൾ നമുക്ക് മഴയോടൊരു ദേഷ്യം വരും അല്ലേ. സ്കൂളിലേക്കൊക്കെ നനഞ്ഞ് കുളിച്ച് പോകേണ്ട വരുമ്പോൾ നമുക്ക് മഴയോട് ചെറിയ ദേഷ്യമൊക്കെ വരും എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത നോക്കി, ആക്ടിവിറ്റി 2. റിഡിൽ റൗണ്ട്. ഐ കം ഫ്രം ദ സ്കൈ ബട്ട് ഐ ആം നോട്ട് എ ബേർഡ്. ഞാൻ ആകാശത്ത് നിന്ന് വരുന്നു പക്ഷെ ഞാനൊരു പക്ഷിയല്ല. ഐ ക്യാൻ മേക്ക് യു വെറ്റ് ബട്ട് ഐ ആം നോട്ട് എ പൂൾ. ഞാൻ നിങ്ങളെ നനയ്ക്കും പക്ഷെ ഞാനൊരു പൂളല്ല. ഐ കം ഇൻ ഡ്രോപ്സ് ബട്ട് ഐ ആം നോട്ട് എ ടിയർ ഡ്രോപ്പ്. വാട്ട് ആം ഐ? എന്താണ് ഞാനിങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീഴും പക്ഷേ ഞാൻ കണ്ണുനീർ തുള്ളിയല്ല. ഞാൻ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നമ്മളോട് ചോദിക്കലാണ് എന്താണ് ആൻസർ? റെയിൻ അല്ലേ. യെസ്, ഇറ്റ്സ് റെയിൻ. ഇനി നമ്മളോട് ചെയ്യാനാണ് ആക്ടിവിറ്റി പറയുന്നത്. നോക്കി എന്താണ്? യു ഓപ്പൺ മീ വെൻ ദ ക്ലൗഡ്സ് pour down. യു ഫോൾ മീ വെൻ ദ റെയിൻ സ്റ്റോപ്സ്. വാട്ട് ആം ഐ? എന്താണ് മഴ അല്ലെ, മേഘം താഴോട്ടേക്ക് ചൊരിയുമ്പോൾ, വെള്ളം ചൊരിയുമ്പോൾ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ നിങ്ങൾ എന്നെ തുറക്കുന്നു,
മഴ കഴിഞ്ഞ് വെയിൽ വരുമ്പോൾ അല്ലെങ്കിൽ മഴ സ്റ്റോപ്പ് ആകുമ്പോൾ നിങ്ങൾ എന്നെ പൂട്ടി വെക്കുന്നത് എന്താണ് ഞാൻ എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? അംബ്രല്ല. ആൻ അംബ്രല്ല. ഓക്കെ. എന്നിട്ട് അവിടെ നല്ലൊരു ചിത്രം വരയ്ക്കണം അംബ്രല്ലയുടെ. ഡ്രോ യുവർ ആൻസർ ഹിയർ. നിങ്ങളുടെ ഉത്തരം ഇവിടെ ചിത്രം വരച്ച് വെക്കാനാണ് പറയുന്നത്. സോ നല്ലൊരു കുടയുടെ ചിത്രം അവിടെ വരച്ച് വെക്കുക കേട്ടോ. ഇനി നമ്മളോട് 2 റിഡിൽസ് എഴുതാൻ പറയുന്നത്. സോ നമുക്ക് മഴയായിട്ട് ബന്ധപ്പെട്ട തന്നെ 2 റിഡിൽസ് എഴുതാം ഇവിടെ. ഐ കം ആഫ്റ്റർ ദ റെയിൻ. ഞാൻ മഴയ്ക്ക് ശേഷം വരുന്നു. ഐ ഹാവ് 7 കളേഴ്സ്. എനിക്ക് 7 കളറുകളുണ്ട്. ഉത്തരം കിട്ടിയില്ല എല്ലാവർക്കും? ആരാണ്? എന്താണ്? ഐ സ്മൈൽ അക്രോസ് ദ സ്കൈ. വാട്ട് ആം ഐ? ഞാനിങ്ങനെ ആകാശം നിറയെ ചിരിച്ച പോലെ നിൽക്കുന്നു. എന്താണ് ഞാൻ? ഇറ്റ്സ് റെയിൻബോ. ഓക്കെ. ഇനി ഐ ഫ്ലോട്ട് ഹൈ ഇൻ ദ സ്കൈ. റെയിൻബോ എന്താ? മഴവില്ല കേട്ടോ. യെസ്. ഐ ഫ്ലോട്ട് ഹൈ ഇൻ ദ സ്കൈ. ഞാൻ ആകാശത്തിലിങ്ങനെ പൊങ്ങിക്കിടക്കുന്നു. ഐ ആം വൈറ്റ്, ഗ്രേ ഓർ ബ്ലാക്ക്. ഞാൻ വെള്ള കളറിലുണ്ടാവും, ചിലപ്പോൾ ഗ്രേ കളറിലുണ്ടാവും, കറുത്ത കളറിലും ഉണ്ടാവും അല്ലേ. യെസ്. ഐ ബ്രിങ് റെയിൻ. ഞാൻ മഴ കൊണ്ടുവരുന്നു. വാട്ട് ആം ഐ? എന്താണ് ഞാൻ എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? മേഘം, ക്ലൗഡ്. ഓക്കെ. ഇനി ആക്ടിവിറ്റി 3. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർ ഈച്ച് പിക്ചർ. മാച്ച് ദ വേർഡ്സ് വിത്ത് ദ മീനിങ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. എന്താണ്? ഒരു 6 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ അതിൻ്റെ പേരുകളും തന്നിട്ടുണ്ട്. ഇനി ആ പേരുകളുടെ അർത്ഥം എന്തൊക്കെയാണ് എന്ന് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ വർക്ക് കേട്ടോ. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് മാച്ച് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഒന്നാമത് ഡ്രിസിലാണ്. എന്താ ഡ്രിസിൽ എന്ന് പറഞ്ഞാൽ? അടുത്ത ഇതിൽ നോക്കി എന്താണ്? എ വെരി ലൈറ്റ് റെയിൻ ഫോളിങ് സ്ലോലി ആൻഡ് സ്റ്റഡ്ലി. വളരെ ചെറുതായിട്ടല്ലേ മഴത്തുള്ളി, ഇങ്ങനെ മഴ പാറുക, തൂളുക എന്നൊക്കെ പറയും. അതിനാണ് ഡ്രിസിലിംഗ് എന്ന് പറയാം കേട്ടോ. ഡ്രിസിൽ. എ വെരി ലൈറ്റ് റെയിൻ ഫോളിങ് സ്ലോലി ആൻഡ് സ്റ്റഡ്ലി. ഇനി എന്താണ്? ഷവേഴ്സ്. ഷവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് റെയിൻ ദാറ്റ് കംസ് ആൻഡ് ഗോസ്. ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിക്കൊണ്ടിരിക്കുന്ന മഴയ്ക്കാണ് ഷവേഴ്സ് എന്ന് പറയാം. ഇനി ഡൗൺ പോർ എന്ന് പറഞ്ഞാൽ കോരിച്ചൊരിയുന്ന മഴ അല്ലേ. നോക്കാമല്ലോ എന്താണ് ഡൗൺ പോർ? ഹെവി ആൻഡ് ഇൻറ്റൻസ് റെയിൻഫോൾ. വളരെ ശക്തമായിട്ടുള്ള മഴയാണ് ഡൗൺ പോർ. അടുത്തത് റെയിൻ സ്റ്റോം. എന്താ റെയിൻ സ്റ്റോം എന്ന് പറഞ്ഞാൽ? എ സഡൻ റെയിൻ അലോങ് വിത്ത് സ്ട്രോങ് വിൻഡ്. വളരെ ശക്തമായ കാറ്റോടുകൂടി വരുന്ന ശക്തമായ മഴയാണ് റെയിൻ സ്റ്റോം. ഇനി സൺ ഷവർ. എന്താ സൺ ഷവർ? ലൈറ്റ് ഫോൾ ഓഫ് റെയിൻ വൈൽ ദ സൺ ഷൈൻസ് അല്ലേ. സൂര്യൻ്റെ വെളിച്ചം ഉണ്ടാവും, അതേ സമയത്ത് തന്നെ മഴയുണ്ടാവും അല്ലേ. അടുത്തത് എന്താണെന്ന് നോക്കിയേ? ഹെയിൽ സ്റ്റോം. എന്താ ഹെയിൽ സ്റ്റോം എന്ന് പറഞ്ഞാൽ? എ സഡൻ ഹെവി ഫോൾസ് ഓഫ് ഹെയിൽ സ്റ്റോൺസ് അല്ലേ. ആലിപ്പഴങ്ങൾ വീഴുക, മഞ്ഞിൻ്റെ പീസൊക്കെ വീഴുന്നതിനാണ് ഹെയിൽ സ്റ്റോൺസ് പറയാം. സോ ഇറ്റ് ഈസ് ഹെയിൽ സ്റ്റോം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ആക്ടിവിറ്റീസും കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചെറിയൊരു പോയം മാത്രമാണ്. അപ്പോൾ എല്ലാവരും അത് ചെയ്യുക. ഇനി എന്താണ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്